സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മറ്റ്യൂസ് ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റുമായിട്ടാണ്. ഏതേ കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് മൈൻക്രാഫ്റ്റ് കൊണ്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെർവറിൽ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിനി വീഡിയോസ് എടുത്ത് തീർക്കണം, കളിച്ച് തീർക്കണം. അപ്പോൾ അവിടെയൊക്കെ കുഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബിൽഡിങ്ങിനായിട്ട് വേണ്ടി നമ്മൾ ബിൽഡിങ്ങിനല്ല, ഒരു ഓട്ടോമാറ്റിക് ഫാമിന് വേണ്ടിയിട്ട്, ഫാമല്ല, ഒരു മിനിറ്റ്. ഗൈസ്, ഓട്ടോമാറ്റിക് ഫാർമ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ ഗൈസ്. ഓട്ടോമാറ്റിക്കായിട്ട് ചെസ്റ്റ് മറ്റേ അയ്യോ മറന്നു പോയിടയാ പേര്. അതിലാട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് ഓരോന്നും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റോണിൻ്റെ ഭാഗത്ത് പോവും. അങ്ങനെ പലതിൻ്റെ ഭാഗത്തൊക്കെ പോകുന്ന ടൈപ്പ് പരിപാടി ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ തീർത്ത എപ്പിസോഡ് ചെയ്താട്ടോ കേസ്. നമ്മുടെ ഗോൾഡ് ഫാർമാണ് കേട്ടോ നമ്മൾ തീർത്തത്. പിന്നെ ഇവിടെയൊക്കെ ചുമ്മാതെ കിടക്കാട്ടോ കേസ്. നമുക്ക് ഇവിടെയൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടണം. നമുക്ക് ഈ നമ്മൾ അവിടെ ഓട്ടോമാറ്റിക് ചെസ്റ്റിൻ്റെ ഒരു സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വിട്ടായിരുന്നു. അതൊക്കെ നമ്മൾ എത്രയോ വീഡിയോകൾക്ക് മുന്നേ അതൊക്കെ ചെയ്തു, പക്ഷേ അത് നമുക്ക് പിന്നെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതാണ് നമ്മൾ ചെയ്ത് തീർക്കാൻ പോണ ടൈസ്. ഇതാണ്ട് അവിടെ കിടക്കുന്ന അതുങ്ങൾ കേട്ടോ. ഒരു നമ്മളവിടെയൊക്കെ വലിയ ഒരു പാലൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയായിരുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ടും അത് നമ്മൾ ചെയ്തില്ല. നമ്മളവിടെ നിർത്തി കളഞ്ഞു. അപ്പോൾ ഇതുവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരന്മാർക്കും താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഐസ് പാക്കാണ്, അല്ല പാക്ക് ഐസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പാക്ക് ഐസാണ് ഓട്ടോമാറ്റിക്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. പാക്ക് ഐസാണെന്നാണ് പറയുന്നത്. ഞാനൊരു യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പാക്ക് ഐസ് വേണം അത് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്ക് ഐസ് തപ്പിയിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്ന കേട്ടോ ആലോചിക്കുന്നത് ഗൈസ്. ഇവിടെ ഒന്നും ഐലൻഡ് ഇല്ല ഗൈസ്, അതാണ് വേറെ കാര്യം. ഇവിടെ നിന്നൊക്കെ കുറേ പോയാലാണ് ഒരു ഐലൻഡ് കിട്ടുക. ഹലോ, കുറേ പോകണട്ടോ ഗൈസ് ഐലൻഡ് ഇട്ട്. അതാണ് ഞാൻ തപ്പുന്നത്. ഒരു പാക്ക് ഐസിന് വേണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ മാറ്റേണ്ട അവസ്ഥയായി. അല്ലെങ്കിൽ നമുക്ക് പാക്ക് ഐസ് നമ്മൾ നേരത്തെ ഐസ് ബയോമ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പാക്ക് ഐസ് വേഗം എടുത്തുകൊണ്ട് വരുമായിരുന്നു. ഇത് നമ്മുടെ സർവർ മൊത്തം നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ടില്ല. ആകെ നമ്മൾ പ്രൂസ് പോലും നോക്കില്ല. ശരിയാ, പ്രൂസ് പോലും നോക്കില്ല. നമ്മൾ ട്രേഡറുടെ കയ്യിൽ നിന്നാണ് പ്രൂസ് പോലും വാങ്ങിയത്. പ്രൂസ് പോലും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്ന് പോകേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഞാനൊരു ഇതെടുക്കേണ്ടി വരും ഗൈസ്. ഇവിടെ നിന്നൊന്നും ഒരു ഐലൻഡ് അപ്പുറത്തേക്ക് കാണുന്നില്ല ഗൈസ്. അപ്പം നമുക്കൊരു ബോട്ട് ഉണ്ടാക്കട്ടെ ഗൈസ്. ലാഗ് ഫീൽ ചെയ്യുന്നു, കുറേ അതിൽ കളിച്ചിട്ട്, അതായിരിക്കും ഗൈസ്. ഓക്കെ, ഇത് മതി. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ഒരു ബോട്ട് ഉണ്ടാക്കുക. നമ്മളങ്ങനെ ചത്തുപോയാലോ ഗൈസ്. അതുകൊണ്ട് ഇതൊക്കെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ തിരിച്ചവിടുത്തെ ഞങ്ങൾ വെച്ചേക്കാം ഗൈസ്. ഇത്ര മതി, ഇത് കൂടി ഇരുന്നോട്ടെ. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്കാണ് പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കിയിട്ട് വലിയ കാര്യമുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ മഴയായിട്ട് ഇപ്പോൾ എല്ലാവരും നല്ല ലീവൊക്കെ അടിച്ച് പൊളിക്കാൻ തോന്നുന്നുണ്ട്. ഒരാഴ്ച ഗൈസ് ഞങ്ങൾക്ക് ലീവ് കിട്ടിയത്. ഞാൻ വയനാട്ടിലാട്ടെ. ഒരാഴ്ചയാണ് ഞങ്ങൾക്ക് ലീവ് കിട്ടി. ഇന്ന് കൂടെ കൂട്ടിയിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരാഴ്ച ലീവ് കിട്ടിയത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. വല്ല ഐലൻഡ്, ഇതെന്താ ഐലൻഡാ? ഇതൊക്കെ ഒരു ഐലൻഡാന്ന് പറയൂ ഗൈസ്. അടിപൊളിയുള്ള പീക്കിരിയൊരു സ്ഥലം. നേരത്തെ കണ്ടായിരിക്കും നമുക്ക് അവിടെ വീട് വെക്കായിരുന്നു. ഇവിടെയൊക്കെ ഷോർട്ടായിട്ടുള്ള ഇതാണെന്ന് ഐലൻഡ്സ് ആണെന്ന് തോന്നുന്നില്ല ഗൈസ്. ഒരു ഐലൻഡ് പകുതി വെച്ചിട്ടാണ് ഗൈസ് ഇവിടെ മൊത്തം. ഇതെന്താ സാൻഡിൻ്റെ കളിയോ ഗൈസ്? നമുക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്സിനൊരു ക്ഷാമമില്ല കേട്ടോ ഗൈസ്. ഇതൊക്കെ എന്തൊരു സാൻഡിൻ്റെ ഒരു ഐലൻഡ് ഗൈസ്. ഇതെവിടെയോ കണ്ട് പരിചയമുള്ള ഒരു സാധനം. ക്രാക്കഡൊക്കെ ആണുള്ളത്. ഇത് ആവശ്യം വരുമോ? ക്രാക്കഡൊക്കെ ഉണ്ടാക്കാൻ സിമ്പിള്. പോട്ടെ പുലിയെ പോട്ടെ. നമുക്കിപ്പോൾ സ്നോ ബയോമാണ് കണ്ടെത്തേണ്ടത്. അങ്ങോട്ട് പോയി നോക്കാം. സ്നോ ബയോം കുറച്ച് ദിവസം കളിക്കാൻ്റെ പേരും ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു.
ഏഹ്, ഞാൻ ഇന്നെങ്ങാനും എത്തു തോന്നുന്നില്ല. ഞാൻ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഗൈസ്. നമ്മുടെ കയ്യിൽ നമ്മൾ ബോയ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവനെ ടീം ചെയ്യായിരുന്നു ടീസ്. നല്ലൊരു ഉപകാരമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇവിടെ ഞാൻ കുറേ സ്റ്റോണൊക്കെ കണ്ട്. അയ്യവാ, ഈ സ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റോണാണ് ടീസ്. ഇത് നമുക്ക് കുറേ ആവശ്യം വരും, എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്ങിന് യൂസ് ചെയ്യാം ടീസ്. നല്ല സ്റ്റോണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റമ്പം പിടിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഒന്ന് പൊട്ടിച്ചെടുത്തോണ്ട് പോകാം ഗൈസ്. ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടയാപത്ത് കട്ടച്ചോരക്കണ്ട് ചിസട്ടിച്ച സട്ട സർബത്ത്. ഗൈസ്, ഞാനിത് മൊത്തം മൈൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റാക്ക് ഓൾ എടുത്തിട്ട് വേഗം വരട്ടെ ഗൈസ്. കറക്റ്റ് ഒരു സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്കതൊന്നും വേണ്ട. ഓവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ പണി കിട്ടാം. ഓ, കിട്ടി കിട്ടി കിട്ടി. ലാസ്റ്റ് ഫൈനൽ. ഓ മേ, രമേ 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 രമേ. ഗൈസ്, നൈറ്റാണ്. ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓ ഗൈസ്, ലാസ്റ്റ് ഫൈനൽ നമുക്ക് കിട്ടിയിട്ട് ഗൈസ്. ഓ എൻ്റെ പൊന്നെ, ഞാൻ എത്ര നടന്നെന്നറിയാം ഗൈസ് ഇതിന് വേണ്ടി. ഇത് തന്നെയല്ലേ പേക്കഡ് ഐസ്? ആ, അത് തന്നെ ഗൈസ്, ഇത് തന്നെയാണ് പേക്കഡ് ഐസ്. ഇത് നമുക്ക് ഒരു സ്റ്റാക്കോളം വേണം ഗൈസ്. ഓക്കെ, ഇത് ഒരു സ്റ്റാക്ക് എടുക്കുന്നതിന് എന്തിനാ വെച്ചാൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഓർത്തിട്ടാട്ടോ ഒരു സ്റ്റാക്ക് എടുക്കുന്നത്. ഓക്കെ, മറ്റേ പോളോ ബിയറോ അങ്ങനെ തോന്നില്ല സാധനം. ആ സാധനം വരുന്നതിന് ഇത് പൊട്ടിച്ചെടുത്തിട്ട് വേണം വിടാം ടൈസ്. അത് ആക്രമിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് ടൈസ്, കേട്ടിട്ടുണ്ട്. അറിയില്ല, എനിക്ക് ശരിക്കും അറിയില്ല ടൈസ്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുക്കട്ടെ വേഗം. ഓക്കെ, ഇതെടുത്തിട്ട് നേരെ വീട്ടിലേക്കാണ് ടൈസ്. ഇനി നമുക്ക് എവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നേരെ വീട്ടിലേക്ക് ചാമ്പ്. ഇത്രയേ ഉള്ളൂ ടൈസ്. ഓ, സ്കിൽ ടച്ച് ഉള്ളതുകൊണ്ട് ഇത് എളുപ്പമായിട്ട് കേസ് എടുക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചമ്മയിരുന്നേനെ സ്കിൽ ടച്ചും ഇല്ലാണ്ട്. ഓക്കെ ഗൈസ്, ഒരു സ്റ്റാക്കോടെ എടുത്തിട്ടുണ്ട്, ഇത് മതി. ഓക്കെ ഗൈസ്, ഈ ഐസിൽ കൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യും ടീസ്. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ പാട്ട് പാടിയിട്ട് അങ്ങനെ എന്നെ ചതിച്ചെന്ന് തോന്നുന്നു. എനിക്ക് വീട് വേണം, എൻ്റെ വീട്ടിൽ കയറണം. ഇവിടെ കൊണ്ടൊക്കെ ആയിരുന്നല്ലോ ഗൈസ്. വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 എപ്പിസോഡ് നമ്മൾ വീട് തപ്പുന്നതായിരിക്കട്ടെ ഗൈസ്. 2 എപ്പിസോഡ് ഇപ്പോഴേ മാറ്റി വെച്ചേക്കാം. വീട് തപ്പാൻ 2 എപ്പിസോഡ് ഞാൻ ഇപ്പോഴേ മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. സ്പോണിങ് ഏരിയ മൈനസ്. എടാ, സ്പോണിങ് ഏരിയൻ്റെ ഇതുപോലും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതേതാ ഐലൻഡ്? ഐലൻഡ് മൊത്തം മാറിത്തടങ്ങിയോ മൂഞ്ചിയോ മൂഞ്ചിയോ തേരി ഗൈസ്. മൂഞ്ചിന്നാ തോന്നുന്നത്. ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് വീട്ടിലെത്തണം. മൈ ഹോം, വേർ ആർ യു ഹോം? ആ, കിട്ടി 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 കിട്ടിയില്ല. തിരിയേ തിരിയേയാ തേരി. ഇവിടേക്ക് കണ്ടായിരുന്നില്ല ഗൈസ് വീട്. സത്യം പറഞ്ഞാൽ വീടൊക്കെ കണ്ടായിരുന്നില്ല. ആ, കിട്ടി തുടങ്ങി കിട്ടി തുടങ്ങി. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ട. ഇത് നമ്മൾ ഇതിന് ചുറ്റും കറങ്ങാണ് ഗൈസ് ചെയ്ത്. ബ്ലഡി ഷിറ്റ് ഗൈസ്. ഈ സ്ഥലത്തിന് ചുറ്റും കറങ്ങിയാൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ഥലത്തിന് ചുറ്റും കറങ്ങി ചുറ്റിക്ക് പഴയ സ്ഥലത്ത് വന്നു വീണ്ടും വിട്ട് പോവാം. എടാ, അന്നേരം വീട് എവിടെയായിരുന്നു? ഞാനിപ്പോൾ കറങ്ങി വീട് പഴയ സ്ഥലത്തെത്തും. അതാണോ? ഇതാണോ? ഇതല്ല, ഇതുമല്ല. ഗൈസ്, വേർ ഈസ് ദ ഗോയിങ് മൈ ഹൗസ്? എൻ്റെ ഹൗസ് പോയോ ഗൈസ്? ഒരു പേക്കഡ് ഐസിന് വേണ്ടി എൻ്റെ കഷ്ടപ്പാട് മൊത്തം ഞാൻ കളയേണ്ട അവസ്ഥയായ. ഇതാണ് പറയുന്നത് കോർഡിനൻസ് എഴുതി വെക്കണമെന്ന്. ഒരു സ്ക്രീൻഷോട്ടെങ്കിലും എടുത്ത് വെക്കുക കോർഡിനൻസ്. സൂര്യൻ പൊയ്ക്കോണായിരുന്നു ഗൈസ്. ഞാനിത് ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നു ഗൈസ്. കട്ടച്ചോരൊക്കെ ഉണ്ട് ചെസ്സടിച്ചെസ്സറത്ത്. രംഗണ്ണൻ എന്നെ ചതിച്ച ആ പാട്ട് പാടി ഞാൻ ഒന്നും നോക്കാതെ വന്ന് ഗൈസ്. നൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. മാറിപ്പടാ. ഇത് ഞാൻ വീണ്ടും പഴയ സ്ഥലത്തെത്തി. അയ്യോ മാറിപ്പോകാൻ ചുമ്മാ പറഞ്ഞല്ലേ ഗൈസ്. ബോട്ടിൽ അവൻ ബോട്ടിൽ കയറി. തെന്നിച്ചട്ട ചേട്ട പട്ടി എൻ്റെ ബോട്ടിൽ കയറിയിട്ട് എന്നെ ആക്രമിച്ച്. ഇവനൊക്കെ എന്നാ ചെയ്യണ്ട. ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ചാവും. അമ്മേ, വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയായിരുന്നു കുറേ നേരം കറങ്ങിക്കൊണ്ടിരുന്നത്. ഞാനൊരു ഐലൻഡ്, വലിയ ഐലൻഡ് കണ്ടിട്ട് ഇതേത് ഐലൻഡ് എന്ന് ചോദിച്ചില്ല ഗൈസ്. അങ്ങനെ ഞാൻ 2 വട്ടം ഐലൻഡ് ചുറ്റും കറങ്ങി. ആ ഐലൻഡായിരുന്നു എൻ്റെ ഐലൻഡ്. പൊട്ടനെ അതുപോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അന്തസ്സായിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും 10-20 വട്ടം ചുറ്റിയിട്ടാണ് നമ്മൾ പിന്നെ ഉള്ളിൽ കയറുന്നത്. ലാസ്റ്റ് ഓഫ് എനിക്കൊരു ഡൗട്ട്, ഈ ഐലൻഡ് എന്തുവാ എങ്ങനെ ഇരിക്കുന്നത്, ഈ ഐലൻഡ് ഏതുവാ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചുമ്മാ കയറി മരണവെപ്ലാളത്തിൽ ഞാൻ ഇവിടെ ചാടി കയറിയപ്പോഴാണ് മനസ്സിലായി എൻ്റെ ഐലൻഡാണെന്ന്. ഓരോ വിധിയെ. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നമ്മൾ ഈ ഐസ് പേക്കഡ് ഐസ് വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. മഴ കേട്ടോ ഗൈസ്. പനി പിടിക്കും എനിക്കിപ്പോൾ തന്നെ ദോഷം ഗൈസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ.
നോക്കാം. ബൈ ബൈ ബൈ, പോടെ പോടെ പോടെ.